ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്നു നിരൂപിക്കരുത്. സമാധാനം അല്ല, വാൾ അത്രേ വരുത്തുവാൻ ഞാൻ വന്നതു. സമൂഹത്തിന്റെ മാറ്റം ആഗ്രഹിക്കുന്ന ഏതൊരു സാമൂഹ്യ പരിഷ്കർത്താവിന്റെയും കൈവശം ഒരു പടവാൾ ഉണ്ടാവാറുണ്ട്. ആ വാൾ ഉപയോഗിച്ച് അവർ സമൂഹത്തിൽ വ്യാപിച്ചു കിടക്കുന്ന പഴഞ്ചൻ ആശയങ്ങളെ വെട്ടി നിരത്തും. അങ്ങനെ അവർ പുതിയ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കും. യേശുവിന്റെ കൈവശവും ഉണ്ടായിരുന്നു ഒരു വാൾ. തിളക്കമാർന്ന മിന്നുന്ന ഒരു വാൾ. അതിശക്തമായ ആശയങ്ങളാൽ നിർമ്മിതമായ ഒരു വാൾ. മിന്നുന്ന വചനങ്ങളാൽ പണിതീർത്ത മൂർച്ചയേറിയ ഒരു പടവാൾ. ആ പടവാളുമായി യേശു സമൂഹമധ്യത്തിലേക്കിറങ്ങി. യഹൂദ സമൂഹത്തിന്റെ ഹൃദയത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ യേശുവിന് അവിടെ ഒരു പ്രതിയോഗിയെ കാണാൻ കഴിഞ്ഞു. കഠിനഹൃദയനും കോപാകുലനും രക്തദാഹിയുമായ യഹോവ എന്ന ഗോത്രദൈവം പുരോഗതിയിലേക്കുള്ള പാതയിൽ ഒരു പ്രതിബന്ധമാകുന്നു. യഹോവയെപ്പോലുള്ള ഒരു ഗോത്രദൈവം കുടികൊള്ളുന്ന സമൂഹത്തിൽ സ്നേഹത്തിന്റെ സന്ദേശം സ്വീകരിക്കപ്പെടുന്നു. യേശുവിന് സംശയമായി. അതിനാൽ യേശു തീരുമാനിച്ചു, ആദ്യം മാറ്റേണ്ടത് യഹോവയാണ്. യേശുവിന്റെ വചനം ആകുന്ന വാൾ ഉയർന്നു. കഠിനഹൃദയനായ യഹോവയുടെ സ്ഥാനത്ത് കാരുണ്യവാനായ പിതാവിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് യേശു തന്റെ വചനങ്ങൾക്ക് തുടക്കമിട്ടു. യഹൂദ സമൂഹത്തിൽ പിതാവിന് വലിയ സ്ഥാനമാണുള്ളത്. കാരുണ്യവാനായ പിതാവ് ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടാൻ തുടങ്ങിയപ്പോൾ യഹോവയുടെ സ്ഥാനം ഇളകാൻ തുടങ്ങി. യേശു യഹോവയെ തള്ളിയില്ല. യഹോവയെക്കുറിച്ച് സംസാരിച്ചില്ല. യഹോവയെ സ്വീകരിച്ചുമില്ല. എന്നാൽ സദാസമയവും തന്നെ അയച്ച കാരുണ്യവാനായ പിതാവിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരുന്നു. അപ്പനും മക്കളോടുള്ള സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ചു. അവർക്ക് മുടിയനായ പുത്രന്റെ കഥ പറഞ്ഞുകൊടുത്തു. അങ്ങനെ സാവകാശം യേശു സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും യഹോവയുടെ ജനത്തോട് സംസാരിച്ചു തുടങ്ങി. യഹോവയുടെ ജനം സ്നേഹത്തിന്റെ വചനങ്ങൾ കേട്ടു തുടങ്ങി. തുടർന്ന് തന്നെപ്പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ യേശു അവരെ ഉപദേശിച്ചു. അവിടെ വരെ വലിയ കുഴപ്പമില്ലാതെ ജനം കേട്ടിരുന്നു. എന്നാൽ അതും കഴിഞ്ഞ് യേശു ശത്രുക്കളെ സ്നേഹിക്കാൻ ഉപദേശിച്ചു തുടങ്ങി. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അയൽക്കാരനെയും കടന്ന് സ്നേഹം ശത്രുവിനോടായപ്പോൾ ജനം ഇളകിത്തുടങ്ങി. അത്തരത്തിലുള്ള ഒരു സ്നേഹം യഹോവയുടെ ജനത്തിന് പരിചിതമായിരുന്നില്ല. എതിർപ്പുകൾ ഉയരാൻ തുടങ്ങി. മോശ തന്ന ന്യായപ്രമാണം അനുസരിച്ച് ശത്രുക്കളെ സ്നേഹിക്കുകയല്ല, കൊല്ലുകയാണ് വേണ്ടതെന്ന എതിർവാദം ഉയർന്നു. മോശയുടെ ന്യായപ്രമാണത്തെക്കുറിച്ച് യേശുവിന് കൂടുതൽ വിശദീകരണം നൽകേണ്ടതായി വന്നു. മോശ അത്തരം ഒരുപദേശം തരാനിടയായ സാഹചര്യത്തെക്കുറിച്ച് യേശു വിശദമാക്കി. 1000 വർഷം പഴക്കമുള്ള ഒരു നിയമം. ആർക്കും ആരെയും കൊല്ലാൻ ന്യായങ്ങൾ കണ്ടെത്തിയിരുന്ന ഒരു കാലം. സമൂഹത്തിൽ അരാജകത്വം നിലനിന്നിരുന്ന ഒരു കാലം. ആ സാഹചര്യത്തിൽ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ഒരു നിയന്ത്രണം അത്യാവശ്യമായിരുന്നു. മോശയ്ക്കു നിയമങ്ങൾ നിർമ്മിക്കേണ്ടതായി വന്നു. ആദ്യം മോശ 10 കൽപ്പനകൾ നൽകി. കൊല ചെയ്യരുത് എന്ന കൽപ്പന എന്നേക്കുമുള്ള കൽപ്പനയാണ്. ജീവനുള്ള ഒന്നിനെയും കൊല്ലരുത്, അതാണ് പ്രമാണം. എന്നാൽ ആ കൽപ്പനയെ പ്രമാണിക്കാൻ മാത്രമുള്ള ഹൃദയവിശാലത അക്കാലത്തെ ജനം നേടിയിരുന്നില്ല. കൊല്ലരുത് എന്നാണ് പ്രമാണമെങ്കിലും ശത്രുവിനെ മാത്രം കൊല്ലാം എന്ന ഇളവ് മോശ അവർക്ക് അന്ന് നൽകിയെങ്കിൽ അന്ന് അവരുടെ ഹൃദയം അത്രമാത്രം കഠിനമായിരുന്നു എന്നു വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഇന്ന് കാലമേറെ കടന്നുപോയിരിക്കുന്നു. ലോകമാകെ മാറിയിരിക്കുന്നു. കിഴക്കുള്ള ഒരു ദേശത്തുനിന്ന് അഹിംസയുടെ സിദ്ധാന്തം പ്രചരിക്കാൻ തുടങ്ങിയിട്ട് സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ഇന്നു ഞാൻ നിങ്ങളോട് പറയുന്നു, കൊല്ലരുത്. അത് ശത്രു ആയാൽ പോലും കൊല്ലരുത്. കൊല പാപമാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവം സൃഷ്ടിച്ച ജീവനെടുക്കാൻ മനുഷ്യന് അവകാശമില്ല. നമ്മുടെ ശത്രുക്കൾ പോലും ദൈവത്തിന്റെ സൃഷ്ടി ആകയാൽ ശത്രുവിനെയും സ്നേഹിക്കുക. അവനും നിന്റെ സഹോദരൻ തന്നെ. ജനം വീണ്ടും ഇളകി. ഈ വിഷയത്തിൽ വീണ്ടും സംശയങ്ങൾ ഉയർന്നു. ശത്രുവിനെ നമ്മൾ കൊന്നില്ലെങ്കിൽ അവർ നമ്മളെ കൊന്നാലോ? യേശു പറഞ്ഞു, നാം പുറമെ കാണുന്ന രീതിയിൽ മനുഷ്യൻ വെറുമൊരു ശരീരം മാത്രമല്ല. അവൻ നിത്യജീവനുള്ള ആത്മാവാണ്. ആത്മാവിനെ കൊല്ലാൻ ആർക്കുമാവില്ല. അതിനാൽ ദേഹിയെ കൊല്ലാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ടതില്ല. ഈ വിശദീകരണം യഹോവയുടെ ജനത്തെ തൃപ്തരാക്കിയില്ല. യേശുവിന്റെ സ്നേഹം അതിരുവിടുന്നതായി അവർക്ക് തോന്നി. തങ്ങളെ കൊല്ലാനായി പതിയിരിക്കുന്ന ശത്രുവിനോട് എങ്ങനെയാണ് സ്നേഹം കാണിക്കുക? ശത്രുവിന്റെ വാളിനിരയായി മരണം വരിച്ച ശേഷം ആത്മാവായി ജീവിക്കണമെന്ന് പറയുന്നതിൽ എന്തു യുക്തിയാണുള്ളത്? യഹോവയുടെ ജനം അന്നും ഇന്നും യുക്തിപൂർവം ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ്. അതിനാൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും യഹൂദമനസ്സിൽ കാര്യമായ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ യേശുവിനായില്ല. ജനം മോശയുടെ ന്യായപ്രമാണങ്ങൾക്കൊപ്പം പാറ പോലെ ഉറച്ചുനിന്നു. കണ്ണിനു കണ്ണ്, പല്ലിന് പല്ല് എന്ന യഹോവയുടെ നിയമത്തിൽ നിന്നും കടുകിട മാറാൻ അവർ കൂട്ടാക്കിയില്ല. എന്നാൽ അതറിഞ്ഞിട്ടും യേശു നിരാശനായില്ല.
അവസാന നിമിഷം വരെ അവർക്കിടയിൽ അദ്ദേഹം തന്റെ സ്നേഹഗാഥകൾ തുടർന്നു. സ്നേഹം എന്ന് പറഞ്ഞാൽ പരിപൂർണമായ പരിത്യാഗം ആണെന്ന സന്ദേശം ആണ് അദ്ദേഹം സ്വജീവിതത്തിലൂടെ ഉയർത്തിക്കാണിച്ചത്. തന്റെ പ്രവൃത്തിയുടെ അനന്തരഫലം അദ്ദേഹം പ്രതീക്ഷിച്ചതു തന്നെയായിരുന്നു. അദ്ദേഹം കുരിശിലേറ്റപ്പെട്ടു. അവശനായി കുരിശിൽ കിടക്കുന്ന ആ അന്ത്യനിമിഷങ്ങളിൽ അദ്ദേഹത്തിന്റെ കണ്ഠനാളത്തിൽ നിന്നും കുഴഞ്ഞ ശബ്ദത്തിൽ ചില വാക്കുകൾ പുറത്തേക്ക് വന്നു. ഏലി ഏലി ലമ്മ സബസ്താനി എന്ന അരാമിയ വാക്കുകളാണ് ചുറ്റും നിന്നവർ കേട്ടത്. എന്നു പറഞ്ഞാൽ, എന്റെ ദൈവമേ എന്നെ നീ കൈവിട്ടതെന്ന് എന്ന് വ്യാഖ്യാനം. ഒരു യഹൂദനായ യേശു അവസാന നിമിഷങ്ങളിൽ പോലും യഹൂദരുടെ ദൈവമായ യഹോവയെ വിളിക്കുന്നില്ല എന്ന കാര്യമാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കും യേശു യഹോവയെ പരിപൂർണമായും ഉപേക്ഷിച്ചത്? വീഡിയോ തുടർന്നും കാണുക. Thank you for watching. Stay tuned for the next episode. Goodbye.